മാലാഡു വെച്ചിട്ടുണ്ട് നിങ്ങൾ ഒരു പക്ഷേ മാലാഡു കണ്ടു കാണും. ഇതാണ് മാലാ ലഡു അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇത് വർഷങ്ങൾക്ക് മുമ്പ് 10-25 വർഷം മുമ്പ് ഞാൻ എറണാകുളം ഗോങ്ങിണി അമ്പലം ഉണ്ടല്ലോ, അവിടെ ആ പരിസരങ്ങൾ കിട്ടും. അന്നെന്തോ 5 രൂപ അതിൻ്റെ റേറ്റ് വരുന്നത്. അന്നത്തെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, പലപ്പോഴായിട്ട് പല കടകളിൽ എറണാകുളത്ത് പല കടകളിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ആ ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ കൽപ്പാത്തി പോയി, കൽപ്പാത്തിയിൽ നിന്ന് വാങ്ങിയതാണിത് മാലാഡു. അന്നാണ് ഞാൻ അറിയുന്നത് ഇതിൻ്റെ പേര് ഇതാണെന്നുള്ളത്. നമ്മൾ സാധാരണ ലഡു എന്ന് പറഞ്ഞത്, പക്ഷേ ലഡുവായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിൻ്റെ കൂട്ട് വേറെയാണ്. പഞ്ചസാര ഉണ്ട് എന്നാണ്, പക്ഷേ പൊരിക്കടല ഉണ്ടല്ലോ അത് പൊടിച്ച് പിന്നെ നെയ്യൊക്കെ ചേർത്തുണ്ടാക്കുന്ന, അതായത് മിൽമട നെയ്യൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു ലഡുവാണ് മാലഡു. അപ്പോൾ ഇത് കാണാനും കഴിക്കാനും വാങ്ങാനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല വെറൈറ്റി കുറേ സാധനങ്ങളൊക്കെ കണ്ടിരുന്നു. അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഏതായാലും പരിചയപ്പെട്ടിരുന്നു. എന്താണ് ഇതിൻ്റെ കടല? അതാണ് ഇത്ര റേറ്റ് വരുന്നത്. ഇവിടെ എന്താണ് വെറൈറ്റി വേറെ ഏതുള്ളത്? ഇത് വന്നിട്ട് താമരത്തണ്ട്, താമരത്തണ്ട് നമ്മുടെ തണ്ടില്ലേ, അതിന് നമ്മള് പറഞ്ഞില്ലേ മഞ്ഞപ്പൊടിയും ആയിട്ട് നേരത്തെ പറഞ്ഞത്. ഇത് വന്നിട്ട് ചുണ്ടക്കാവത്തലേ പറയും. ചുണ്ടക്ക പറഞ്ഞാല് നമ്മളെ ചെടിയിലൊക്കെ ഉണ്ടാവുമല്ലോ ചുണ്ടങ്ങ മാതിരി, ആ സാധനത്തിന് നമ്മൾ കുറച്ച് കുറച്ച് തൈരും കുറച്ച് പുളിയും കൂടി ചേർത്തിട്ട് ഉണക്കാനിടണം. ഇതിൽ പിന്നെ അധികം വലിയ ഉപ്പ് ഉണ്ടാവില്ല. ഇത് പയർ, പിന്നെ വെറൈറ്റി വേറെ ഏതാ? ഇത് വന്നിട്ട് മരച്ചീനി പപ്പടം, പൂളപ്പപ്പടം, ഇത് അല്ലേ ഈ സാധനം. പിന്നെ വെങ്കായ വടകം. ഇത് വന്നിട്ട് നമ്മുടെ കോവയ്ക്ക പറയും, കോവയ്ക്കുപ്പേരി കൂട്ടിയിട്ടുണ്ട്, നോർമൽ കോവക്ക, അതിനെ ഉണക്കിയിട്ടുണ്ടാക്കും. ഇത് പിന്നെ പാവയ്ക്ക, അവയ്ക്ക അറിയാലോ, നോർമല്. പിന്നെ വെണ്ടയ്ക്ക, നോർമല് അറിയാം. വെണ്ടയ്ക്ക കൊണ്ടുപോകണ്ടേ? മുളക് പൊടി എല്ലാം മിക്സ് ചെയ്തിട്ട് വെണ്ടയ്ക്ക കൊണ്ടുപോകണ്ടേ? ഈ കഴിഞ്ഞു പോയ രഥോത്സവത്തിന് എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ വയനാടായിരുന്നു. അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ഞാൻ വന്ന് ആസ്വദിച്ച് പോയതാണ്. എന്താണ് രഥോത്സവം എന്ന് ഞാൻ കണ്ടതാണ്. പിന്നെ അതിന് ശേഷം ഇന്നാണ് വരുന്നത്. രാവിലത്തെ ആ വൈബൊന്ന് പിടിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല ചൂട് കോഫി അടിച്ച്, അതുകൂടാതെ തന്നെ അവിടുത്തെ വെള്ളയപ്പവും ചമ്മന്തിയും അത് കഴിച്ചിട്ട് ഒരു കുട്ടിക്കാലത്ത് കഴിച്ചതിൻ്റെ ഒരു രുചി നാവിലേക്ക് വന്ന്. പിന്നെ കുറേ നേരം കറങ്ങി നടന്ന് പിന്നെ ഇവിടെ ഈ ചേച്ചിയുടെ കടയിൽ നിന്ന് കുറേ വെറൈറ്റി ഐറ്റം വാങ്ങിയിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം, കാരണം അല്ലെങ്കിൽ ലെങ്തി വീഡിയോയിൽ മാറും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ, അതായത് മാലഡു അങ്ങനെയെന്ന് പറയണമെന്ന് തോന്നുന്നു. എന്തായാലും അത് ലഡു കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എറണാകുളത്ത് ഗോങ്ങിണിയമ്പലം പരിസരത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കടകളിൽ കിട്ടും. തീർച്ചയായിട്ടും വാങ്ങിക്കഴിക്കുക, അവിടെ നിന്ന് തന്നെ വാങ്ങിക്കഴിക്കുക. കാരണം അവരുണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് കഴിക്കുക. അതിന് ശേഷം ഞാൻ ഓരോന്ന് പരിചയപ്പെടുത്താം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലഡുവിനെ പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മറ്റു വീഡിയോയുമായി വീണ്ടും വരും. അത് നമസ്കാരം.